നല്ല പെരുമാറ്റം വളർത്താൻ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, മനസ്സ് ഫ്രീ ആക്കുക, മനസ്സിനെ ശുദ്ധാക്കുക, മനസ്സിൽ നിന്ന് എല്ലാം ഒഴിവാക്കുക. അഹങ്കാരം, അസൂയ, കോപം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് ഒഴിവാക്കിയാൽ നല്ല പെരുമാറ്റം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് ദേഷ്യം പിടിക്കാൻ പറ്റുന്ന സമയത്ത് ദേഷ്യം ഒഴിവാക്കുക, ക്ഷമിക്കാൻ പറ്റുന്ന അവസരങ്ങളിലൊക്കെ നന്നായി ക്ഷമിക്കുക, വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യുക. അതുപോലെ തന്നെ അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നിത്യപാരായണം ചെയ്യുക. നിത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ശീലം പഠിക്കുമ്പോൾ നമ്മുടെ പെരുമാറ്റത്തിൽ മാറ്റം വരും, സ്വഭാവത്തിൽ മാറ്റം വരും. ആ ശീലം നമ്മെ മാതൃകായോഗ്യമായ വ്യക്തിയാക്കി മാറുകയും ചെയ്യും. അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ആദ്യം ശീലിക്കുക. ഇപ്പോൾ സലാം പറയാം, ഒരുപാട് സലാം പറയുകയാണെങ്കിൽ നല്ല സ്വഭാവം വളരും. എപ്പോഴും സലാം പറയാം, ആരെ കണ്ടാലും സലാം പറയാം. എപ്പോൾ ഫോൺ ചെയ്യുകയാണെങ്കിലും ആരോട് പറയുകയാണെങ്കിലും സലാം പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് നല്ല പെരുമാറ്റം ശീലിച്ചെടുക്കാനുള്ള ഒന്നാമത്തെ ഘട്ടമാണ്. പിന്നെ എന്തിനും നന്ദി പറയാം. ആരെന്ത് ചെറിയ സേവനങ്ങൾ ചെയ്തു തന്നാലും നന്ദി പറയാം. അത് നല്ല പെരുമാറ്റം ഉണ്ടാകാൻ സഹായിക്കും. നമ്മൾ താങ്ക്സ് എന്ന് പറയില്ലേ, ശുക്ർ എന്ന് പറയില്ലേ, മഷ്കൂർ എന്ന് പറയില്ലേ, ഇതൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ആര് ചെയ്യുകയാണെങ്കിലും, ഇപ്പോൾ നമ്മുടെ സഹധർമ്മിണിയിൽ നിന്നോ മാതാപിതാക്കളിൽ നിന്നോ മക്കളിൽ നിന്നോ ഒക്കെ ഇങ്ങനെ നേട്ടങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാണുമ്പോൾ അതിന് നന്ദി പറയാം. അപ്പോൾ നമുക്ക് നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം വന്ന് നമ്മുടെ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റോ പിഴവോ നമ്മളിൽ നിന്ന് വീഴ്ചകളോ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാൻ പഠിക്കാം. എനിക്ക് ക്ഷമിക്കണം കേട്ടോ, എന്നോട് എനിക്ക് വിട്ടുവീഴ്ച തരണം കേട്ടോ, പുറത്തു തരണം കേട്ടോ, അത് വന്നു പോയതാണെന്ന് പറയാനുള്ള മടിയില്ലാതൊക്കെ. അത് നല്ല സ്വഭാവക്കാർക്ക് മാത്രമേ കഴിയുള്ളൂ. എത്ര ക്രൂരമായ മനസ്സ് ഉള്ള ആളുകളോടും അവരോട് നമ്മൾ അങ്ങോട്ട് നല്ല നിലക്ക് പെരുമാറിയാൽ ആ ആള് ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരെ അവരുടെ കാര്യങ്ങളിൽ സഹായിക്കുക. പിന്നെ ചില ഭാഷകൾ പറയുമ്പോഴേ അത് വലിയൊരു കാര്യമായിട്ട് ചില ആൾക്കാർ പറയും, ഇല്ലാത്തത് കൂട്ടിച്ചേർത്തും പൊടിപ്പുന്നങ്ങളൊക്കെ വെച്ച്, അത് അഹങ്കാരത്തിന്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ്. എന്നാൽ അവനാണ് പറയാൻ കഴിയുന്നത് പറയാം, അതാണ് ഏറ്റവും നല്ല കാര്യം. സ്നേഹത്തോടെ സംസാരിക്കുക, വേദനിപ്പിക്കുന്ന വാക്കുകൾ ഒഴിവാക്കുക. നല്ല പെരുമാറ്റത്തിന്റെ പകുതി ക്ഷമയാണ് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. നല്ല സ്വഭാവമുള്ള ആളെ കാണണമെന്നുണ്ടെങ്കിലേ നല്ലോണം ക്ഷമിക്കുന്ന ആളെ കണ്ടാൽ മതി എന്നാണ് ഉലമാക്കളായ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നല്ല പെരുമാറ്റം എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ അടയാളവും അലങ്കാരവുമാണ്, ഒരു സീനത്താണ്. സൽസ്വഭാവം എന്നുള്ളത് ഒരു സീനത്താണ്, ഒരു അലങ്കാരമാണ്. അതെല്ലാവർക്കും കിട്ടൂല, അതൊരു തൗഫീഖാണ്. വലിയ സമ്മാനമായിട്ടാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. ലോകത്തെ ഏറ്റവും നല്ല സ്വഭാവം, ഏറ്റവും നല്ല സ്വഭാവം, ഏറ്റവും നല്ല സമ്മാനം, ഏറ്റവും നല്ല സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവെ, നമ്മൾ മക്കളെ കുറിച്ചൊക്കെ മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചൊർക്കും അതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവവും സ്വഭാവവും ലുഖ്മാൻ അലൈഹി ഇസ്ലാമിന്റെ വിജ്ഞാനവും അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ക്ഷമയും ഒക്കെ എൻ്റെ മക്കൾക്ക് നൽകണേ എന്ന് പൂർവികരായ ആളുകൾ പ്രാർത്ഥിച്ചതായി അവരുടെയൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മുടെ സ്വഭാവം കൊണ്ട് നമ്മളെ നീ അലങ്കരിക്കണമേ എന്നുള്ളതാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം.